പോലുള്ള നിരവധി രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃയോഗം തൃശൂരിൽ ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളും നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2024 ഏപ്രിലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2024 ആരായിരിക്കും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും എന്തെങ്കിലും സംശയമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. മത്സരിക്കാൻ ഇറങ്ങുന്ന സിറ്റിംഗ് UDF എംപിമാർ പോലും പറയുന്നത് 2024 വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം ഐതിഹാസികമായ വിജയമാണ് ശ്രീ നരേന്ദ്രമോദിക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്നു. കോൺഗ്രസിന്റെ വ്യാജ ഉറപ്പുകളല്ല, നടപ്പാക്കാൻ കഴിയുന്ന മോദി ഗ്യാരണ്ടിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. നരേന്ദ്രമോദിജി രാജ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയനായ നേതാവായി, ലോക നേതാക്കളിൽ ഏറ്റവും ഉച്ചത്തിൽ ഉയരത്തിൽ നിൽക്കുന്ന നേതാവായി ലോകത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കി പ്രോഗ്രസ് കാർഡുമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ജനങ്ങളെ സമീപിക്കുന്നത്. വ്യാജ ഫ്രീബി ഗ്യാരണ്ടികൾ നൽകിയല്ല, കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്ന് പാലിച്ച് പ്രോഗ്രസ് കാർഡുമായിട്ടാണ് മോദി ജനപിന്തുണ നേടുന്നത്. BJP ജനങ്ങളെ സമീപിക്കും. അതിന്റെ പ്രതിഫലനം ആ സേതു ഹിമാചലം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ഭാരതീയ ജനസംഘ കാലം മുതലുള്ള ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം. 500 വർഷത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ജനുവരി 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ അയോധ്യ ക്ഷേത്രത്തിൽ നടക്കാൻ പോവുകയാണ്. വനവാസകാലം കഴിഞ്ഞു, അയോധ്യ നഗരി ദീപാലങ്കൃതയായി കഴിഞ്ഞ ദീപാവലി മുതൽക്ക് തന്നെ. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും രാമജന്മഭൂമി ന്യാസ് അതിന്റെ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെയും CPM-നെയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സമുദായ സംഘടനകളെയും ആചാര്യന്മാരെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ 135 കോടി ജനങ്ങളെയാണ് ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള അയോധ്യയിലെ രാമന്റെ തിരിച്ചുവരവിന് സാക്ഷിയാകാൻ വേണ്ടി ആ ക്ഷേത്ര സമിതി ക്ഷണിച്ചിട്ടുണ്ട്. ചിലർ നേരത്തെ പറഞ്ഞു ഞങ്ങളില്ല. ശരിയാണ്, അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ചില ആളുകൾ ഇല്ല എന്നും പറയുന്നില്ല, ഉണ്ടെന്നും പറയുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഈ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് എടുക്കുന്നത്? ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ കക്ഷികളുടെയും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ നേതാക്കളുടെയും സംഘടിത മതവർഗീയ ശക്തികളുടെയും ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടി മുട്ടുമടക്കാൻ പോവുകയാണോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചോദിക്കുന്നത്. കോൺഗ്രസിന് ആർജവമുണ്ടോ, നട്ടലുണ്ടോ? അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസ് ചരിത്രം മറക്കരുത്. 47-ൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോ 13 വർഷം പ്രാവശ്യം മുഹമ്മദ് ഗോറിയും ഗസ്നി മുഹമ്മദും
കൊള്ളയടിച്ച് തകർത്ത ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുതുക്കി പണിതത് ഭാരത സർക്കാരാണ്. കോൺഗ്രസ് ആ ചരിത്രം മറക്കരുത്. സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ രാധാകൃഷ്ണനും കോൺഗ്രസിന്റെ ഉന്നതമായിട്ടുള്ള ദേശീയ നേതാക്കൾ സോമനാഥ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് അവിടെ വീണ്ടും പുനരുദ്ധരിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് ഇന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറകോട്ട് പോകുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? അതിനനുസരിച്ചാണോ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ഉറച്ച നിലപാടെടുക്കാൻ കഴിയാത്തത്? അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി അവരെ വീണ്ടും അപമാനിക്കാനാണോ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നതെന്ന് അറിയാൻ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനോടാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങളുടെ ഈ നിലപാട്, ഈ അഴകുഴമ്പൻ നിലപാടിനുള്ള കാരണം? ആരാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഒരു കാര്യം ഞാൻ വിനയത്തോടെ മുന്നറിയിപ്പ് നൽകാൻ പോകുന്നു. കോൺഗ്രസ് പാർട്ടി അതിന്റെ ആണിയടിക്കാൻ പോവുകയാണ്. അതിന്റെ ആണിയടിക്കാൻ പോവുകയാണ്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ മാനിക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസിന് കനത്ത വില കേരളത്തിൽ നൽകേണ്ടി വരും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി. ആ നിലപാട് കേരളത്തിലെ ജനങ്ങൾ വെച്ചു ഓർപ്പിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഞങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് സ്നേഹയാത്രയുമായിട്ട് ഭാരതീയ ക്രിസ്മസിനോടനുബന്ധിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്നേഹയാത്രയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണമാണ്. കണ്ണു തുറന്ന് ഇവിടുത്തെ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവർ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയാണ്. മോദിയിലുള്ള വിശ്വാസം, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള മോദിജിയുടെ മന്ത്രത്തിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നെന്നാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വർഷം 7-8 ലക്ഷത്തോളം വീടുകളിൽ ഞങ്ങൾ സമ്പർക്കം പൂർത്തിയാക്കി 10 ലക്ഷം വീടുകളെങ്കിലും കയറണമെന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഹാർദമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മോദിജിയുടെ ആഹ്വാനപ്രകാരമുള്ള സ്നേഹയാത്രയെ 2 കൈയും മധുരവും നൽകി വരവേറ്റ കേരളത്തെ ക്രൈസ്തവ സമൂഹത്തെ ഹാർദമായി അഭിനന്ദിക്കാൻ നന്ദി പറയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഒരു മതേതര സംസ്ഥാനമാണ്. ഒരു വിഭാഗത്തിന് മാത്രം എന്തുമാവാം, മറ്റുള്ളവർക്ക് യാതൊരു സ്ഥാനവും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇല്ല എന്നുള്ള കേരളത്തിലെ വർഗീയ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഞങ്ങൾ സ്നേഹയാത്രയെ കാണുന്നത്. പ്രധാനമന്ത്രിയെക്കുറിച്ച് ദില്ലിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ ക്രൈസ്തവ സമുദായത്തിനായ നേതാക്കന്മാരും അവിടുത്തെ പ്രഗത്ഭ വ്യക്തികളും പറഞ്ഞ ഓരോ വാക്കുകളും മലയാളികൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വികസനത്തിലേക്ക് വരണം, പുരോഗതി ഉണ്ടാവണം. മോദി അല്ലാതെ വേറെ ഒരു മന്ത്രവും ഇനി കേരളത്തിലില്ല. നരേന്ദ്രമോദിയുടെ കരസ്പർശമേൽക്കാതെ, കരുതലും താങ്ങുമില്ലാതെ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയിലേക്കാണ് നാം എല്ലാവരും എത്തിച്ചേരുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും എത്തിച്ചേരുന്നത്. മോദിജി തൃശൂരിൽ വരികയാണ് 3-ാം തീയതി. ഓർമ്മയുണ്ടാവും നിങ്ങൾ. ഞാൻ പത്രപ്രവർത്തകരോടും എന്റെ ഇതുവഴി കേൾക്കുന്ന ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു, മോദിജി കേരളത്തിൽ 3-ാം തീയതി വരുമ്പോ കേരളത്തിലെ പൊതുസമൂഹമാകെ, നിഷ്പക്ഷമതിയായ ജനങ്ങളാകെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം, അദ്ദേഹത്തെ വരവേൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് തൃശൂരിലെ കേരളത്തിലെ പൌരാവലി ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എറണാകുളത്ത് കണ്ടതിനേക്കാൾ വലിയ പിന്തുണയും പ്രതികരണവുമായിരിക്കും തൃശൂരിൽ ഉണ്ടാവാൻ പോകുന്നത്. എല്ലാവരെയും ഞാൻ തൃശൂരിലെ നരേന്ദ്രമോദിജിയുടെ പരിപാടിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ചരിത്ര മാറ്റത്തിനുള്ള ഒരു തുടക്കമായി മോദിജിയുടെ വരവ് പാർലമെന്റിലും നിയമസഭയിലും 33% വനിതകൾക്കുള്ള സംവരണം പൂർത്തിയാക്കിയതിനു ശേഷം, അത് നിയമപരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദിജി കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ നന്ദിയും അത് അഭിവാദ്യങ്ങളും മോദിജിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു 2 ലക്ഷത്തിലധികം സ്ത്രീകൾ അണിനിരക്കുന്ന പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത്ര തന്നെ ജനങ്ങൾ അണിനിരക്കുന്ന ഒരു റോഡ് ഷോയും ഇതോടനുബന്ധിച്ച് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ്. കേരളം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇവിടെ വികസനം സ്തംഭിച്ചിരിക്കുകയാണ്. നവകേരള സദസ്സ് കഴിഞ്ഞതോടുകൂടി
എല്ലാം പൂരപ്പറമ്പിലെ കാലിയായ സ്ഥലം പോലെ കേരളത്തിൽ ആരും നോക്കാനില്ല. 6-7 ലക്ഷം ഫയലുകൾ അപേക്ഷകൾ വന്നിരിക്കുന്നു. ആരാണ് ഈ ഫയലുകൾ കാണുന്നത്? എന്താണ് പരിഹാരം ഉണ്ടാവാൻ പോകുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടില്ല, മരുന്നിന് കാശില്ല, കേന്ദ്ര പദ്ധതികൾ പൂർത്തിയാവുന്നില്ല, ആരോഗ്യ മിഷന്റെ പദ്ധതി എല്ലാം അവതാളത്തിലായിരിക്കണം. ഭരണസ്തംഭനമാണ് കേരളത്തിൽ. ഇതിനൊരു പരിഹാരം വേണ്ടേ? കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുമോ? ഇത് ആണ് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കും. ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അത് മോദിജിയുടെ ഒരു നിയന്ത്രണത്തിലുള്ള, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള, അദ്ദേഹത്തിന് നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഒരു ഭരണ വ്യവസ്ഥിതിയും കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അങ്ങേറ്റത്തെ അനീതിയുള്ള ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. ശബരിമലയിലെ 1ാം ഘട്ട തീർത്ഥാടനം പൂർത്തിയായി, മണ്ഡലകാലം. എന്താണ് ഇത്തവണ ശബരിമലയിൽ തീർത്ഥാടകരോട് ഈ സർക്കാർ കാണിച്ചിട്ടുള്ളത്? ഇതുപോലൊരു ക്രൂരത ഏതെങ്കിലും ഒരു സർക്കാരിന് ഒരു മതസമൂഹത്തിന്റെ ഒരു ആചാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിന്റെ പേരിൽ കാണിക്കാൻ സാധിക്കുമോ? കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ വരുമാനം, ഒറ്റ വരുമാനമല്ല, അതുവഴി 6-7 ജില്ലകളിൽ നടക്കുന്ന നിരവധി ബിസിനസ്സുകൾ, അതുവഴി വരുന്ന ടാക്സ്, ഇവിടുത്തെ ട്രക്ക് ജീവനക്കാർ മുതൽ ഇവിടുത്തെ ചെറിയ കച്ചവടക്കാർ വരെ ഒരു കൊല്ലം ജീവിക്കാൻ ആവശ്യമായ തുകയും സമാഹരിക്കുന്നു. വലിയൊരു സാമ്പത്തിക വിപ്ലവമാണ് തീർത്ഥാടന കാലത്ത് കേരളത്തിൽ നടക്കുന്നത്. കുടിവെള്ളമില്ല, 12-24 മണിക്കൂർ ക്യൂ നിൽക്കുന്നു, ഒരു തരത്തിലുള്ള സഹായമില്ല, ഒരു തരത്തിലും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല, തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ല. ശബരിമലയിൽ പോയവർ ജീവനും കൊണ്ട് തിരിച്ചു വരുന്നത് അയ്യപ്പന്റെ കൃപാകടാക്ഷം കൊണ്ട് ഒന്ന് മാത്രമാണ്. സർക്കാർ ഒരു തരത്തിലുള്ള അമ്യൂണിറ്റീസും ഇന്ത്യയിലല്ല ലോകത്തിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു തീർത്ഥാടനം ഒരു ജനസമൂഹത്തോട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം കാണുന്നുണ്ട്, മലയാളികൾ എപ്പോഴും അത് കാണുന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഹജ്ജ് തീർത്ഥാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യുന്നത്. ഇവിടുത്തെ സർക്കാർ അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കണ്ടുപഠിക്കണം ശ്രീ പിണറായി വിജയൻ. നിങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തീർത്ഥയാത്രകൾ, ഇതുപോലുള്ള തീർത്ഥാടനങ്ങൾ, ഇതൊന്നും ഒരു സൗകര്യമില്ല, ആരും തിരിഞ്ഞു നോക്കാനില്ല. അങ്ങേറ്റത്തെ അവഗണനയും വഞ്ചനയും അനീതിയും ആണ് ശബരിമല തീർത്ഥാടകരോട് കാണിച്ചത്. ശക്തമായ അമർഷവും പ്രതിഷേധവും ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇനിയുള്ള 10-16 ദിവസം മണ്ഡലകാലം കഴിഞ്ഞ് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള 2ാം ഘട്ട തീർത്ഥാടനമെങ്കിലും ശ്രദ്ധിക്കാൻ പിണറായി വിജയനും സർക്കാരും ദേവസ്വം മന്ത്രിയും എല്ലാം തയ്യാറാവണം എന്നുകൂടി അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ ഞാൻ തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ യോഗം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, NDA സഖ്യം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി, പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി എല്ലാം നമ്മൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. എനിക്ക് സന്തോഷത്തോടുകൂടി ചില ആളുകളെ ഇവിടെ പരിചയപ്പെടുത്താനുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികളായി നാം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ശ്രീ മേജർ രവി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പാർട്ടിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഒരു ചലച്ചിത്രകാരനും അതുപോലെ റിട്ടയർഡ് മേജറും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വളരെ സുപ്രസിദ്ധനുമായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിലെ ശ്രീ C. രഘുനാഥ് ദീർഘകാലം കോൺഗ്രസിന്റെ കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നു. ജനപിന്തുണയുള്ള നേതാവാണ്. ധർമ്മടത്ത് പിണറായി വിജയനോട് ഏറ്റുമുട്ടി നല്ല നിലയിൽ വോട്ട് സമാഹരിച്ചിട്ടുള്ള നേതാവാണ്. നിരവധി ആളുകളുടെ സമ്പർക്കമുള്ള നേതാവാണ്. ബന്ധുബലമുള്ള നേതാവാണ്. കണ്ണൂരിലെ ഏറ്റവും ക്ലീൻ ഇമേജുള്ള കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് നാമാവശേഷമാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്നും സാമൂഹ്യ സാംസ്കാരിക രംഗത്തു നിന്നുമെല്ലാം ഈ ഗംഗാ പ്രവാഹത്തിൽ, ദേശീയതയുടെ ഈ ഗംഗാ പ്രവാഹത്തിൽ കേരളത്തിലെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിൽ നമ്മുടെ യാത്രാ സംഘത്തിൽ അണിചേരാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അവരെല്ലാം നമുക്ക് സ്വീകരിക്കണം. പുതിയ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകുക എന്നുള്ള ചുമതലയാണ് എല്ലാ കാലത്തും BJP എടുത്തിരിക്കുന്നത്. ശ്രീ AP അബ്ദുള്ളക്കുട്ടി അടക്കം ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നേരത്തെ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും വന്നിരിക്കുന്ന നിരവധി ആളുകൾക്ക് മാന്യവും അർഹവുമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകി. മറ്റു പാർട്ടികളെ പോലെ വരുന്നവരെ ആക്ഷേപിക്കുന്ന പാർട്ടിയല്ല. എല്ലാവർക്കും പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലും NDAയിലും എന്നുള്ള സന്ദേശമാണ് നാം കേരളത്തിന് നൽകുന്നത്. ഒരു വളരുന്ന പാർട്ടി എന്നുള്ള നിലയിൽ 15-16% വോട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളതെങ്കിലും കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഇനിയും നിരവധി ആളുകളെ ഈ യാത്രാ സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെയുള്ള കർമ്മ പരിപാടികൾ നമ്മളിവിടെ നിശ്ചയിക്കും. എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ആളുകളെ മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിൽ എല്ലാവരും പൂർണ്ണ സമയം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.